So limit comparison test ആണ് പറയാ. This is a test which is used to test the convergence of a series. അപ്പോൾ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് അനുസരിച്ച് സിഗ്മ എ കെ ആൻഡ് സിഗ്മ ബി കെ ആർ ടു സീരീസ് വിത്ത് പോസിറ്റീവ് ടേംസ് ആൻഡ് സപ്പോസ് റോ ഇസ് ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി എ കെ ഡിവൈഡ് ബൈ ബി കെ. If rho is finite and positive, then the series both converges or both diverges. ഇവിടെ നമ്മൾ റോ കണ്ടുപിടിക്കുകയാണ്. റോ എന്ന് പറയുന്നത് ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി എ കെ ഡിവൈഡ് ബൈ ബി കെ ആണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ബി കെ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു തരാം. റോ ഫൈനൈറ്റും പോസിറ്റീവും ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന റോയുടെ വാല്യൂ ഫൈനൈറ്റും പോസിറ്റീവും ആണെങ്കിൽ ഈ രണ്ട് സീരീസും ഒന്നുകിൽ കൺവേർജ് ചെയ്യും, രണ്ട് സീരീസും അല്ലെങ്കിൽ ഡൈവേർജ് ചെയ്യും. അപ്പോൾ ഇതിലൊരു സീരീസ് കൺവർജൻ്റ് ആണോ ഡൈവർജൻ്റ് ആണോ എന്ന് നമുക്ക് ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിലാണ് കമ്പാരിസൺ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. So this is our question. Test the convergence of sigma k equal to 1 to infinity 4k cube minus 6k plus 5 divided by 8k raised to 7 plus k minus 8. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമുക്കിതുപോലെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും പോളിനോമിയൽ ഫോമാണ്. ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് എളുപ്പം ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് അപ്ലൈ ചെയ്യുകയാണ്. അപ്പം ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്നത് നമുക്ക് സീരീസിനെ നമ്മൾ സിഗ്മ എ കെ എന്ന് വിളിക്കും. സോ ദെൻ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് അനദർ സീരീസ് സിഗ്മ ബി കെ. ഈ സിഗ്മ ബി കെ നമ്മളാണ് ചൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യനിലെ ന്യൂമറേറ്ററിലെ ഹയസ്റ്റ് ഡിഗ്രി ടേം ഓർ ലീഡിംഗ് ടേം കൺസിഡർ ചെയ്യുക. അതായത് സിഗ്മ ബി കെ വിൽ ബി ചൂസൺ ലൈക്ക് ദാൻ സിഗ്മ ബി കെയുടെ ന്യൂമറേറ്ററിൽ നമുക്ക് ഇതിലെ ന്യൂമറേറ്ററിലെ ഹയസ്റ്റ് ഡിഗ്രി ടേം ഒരു ലീഡിംഗ് ടേം എടുക്കാം. അത് മാത്രം എടുത്താൽ മതി, ബാക്കിയൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. അതായത് 4k ക്യൂബ് മാത്രം കൺസിഡർ ചെയ്യാം. അതുപോലെ ഡിനോമിനേറ്ററിൽ നമുക്ക് ഹയസ്റ്റ് ടേം ഡിഗ്രി ടേം അല്ലെങ്കിൽ ലീഡിംഗ് ടേം എടുക്കാം. ദാറ്റ് ഇസ് 8k raised to 7 ആണ്. സോ വി ഹാവ് ഫോംഡ്. അതിൻ്റെ വേണമെങ്കിൽ നമുക്കൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് ചെറുതാക്കാം. ദാറ്റ് ഇസ് സിഗ്മ 4 cancels and you get 1 by 2k raised to 4. 7 minus 3 is 2k raised to 4. So this is a series we have obtained now which is sigma bk. അപ്പോൾ ഈ സീരീസ് നമുക്ക് നോക്കാം. അതായത് സിഗ്മ ഓർ 1/2 സിഗ്മ 1/k raised to 4 എന്ന് പറയുന്ന സീരീസ് ആണല്ലോ ഇത്. അപ്പം ഈ സീരീസ് ഒരു പി സീരീസ് ആണ്. ആസ് യു നോ പി സീരീസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. പി സീരീസ് എന്ന് പറഞ്ഞാൽ സിഗ്മ 1/k raised to p എന്ന ഫോമിലുള്ള സീരീസാണ് പി സീരീസ്. സിഗ്മ 1/k raised to p എന്ന് പറയുന്ന സീരീസിൽ ഇപ്പോൾ p ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ സീരീസ് കൺവേർജസ് എന്നും 0 ലെസ് ദാൻ p ലെസ് ആർ ഈക്വൽ ടു 1 ആണെങ്കിൽ ദ സീരീസ് ഡൈവേർജസ് എന്നുമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കിവിടെ ഈ സീരീസിനെ പി സീരീസ് ആയിട്ട് കമ്പയർ കൺസിഡർ ചെയ്യുമ്പോൾ ഹിയർ p ഈസ് ഈക്വൽ ടു 4. p ഇവിടെ 4 ആണല്ലോ, 1/k raised to 4. 4 ഈസ് ഒബ്വിയസ്ലി ഗ്രേറ്റർ ദാൻ 1. ദെയർഫോർ പി സീരീസിൻ്റെ കൺവെർജൻസ് അനുസരിച്ച് p ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ ദ സീരീസ് കൺവെർജസ് എന്നാണ് നമുക്ക് കിട്ടുക. അതായത് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന സിഗ്മ ബി കെ എന്ന് പറയുന്ന സീരീസ് കൺവേർജസ് ആണ്. അതായത് ആക്ച്വലി നമുക്ക് രണ്ട് സീരീസ് ഉണ്ട്, സിഗ്മ എ കെയും സിഗ്മ ബി കെയും. സിഗ്മ ബി കെ നമ്മൾ ഫോം ചെയ്ത സീരീസ്, ആ സീരീസിൻ്റെ കൺവെർജൻസ് ഇപ്പോൾ നമുക്ക് ഓൾറെഡി നോൺ ആണ്. അത് കൺവെർജസ് ആണ് ബിക്കോസ് ഇറ്റ്സ് എ പി സീരീസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ റോ കണ്ടുപിടിക്കാം. റോ ഈസ് ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി എ കെ ഡിവൈഡഡ് ബൈ ബി കെ ആണ്. സോ ലിമിറ്റ് k tends to infinity ak substitute ചെയ്യാം. that is 4k cube minus 6k plus 5 divided by 8k raised to 7 plus k minus 8 that is ak divided by bk ഞാൻ ഇൻറ്റു ചെയ്യുവാണ് റെസിപ്രോക്കൽ എടുത്ത്. that is bk is 1/2 k raised to 4 ആണ് നമ്മുടെ bk. അപ്പോൾ നമ്മുടെ റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2k raised to 4/1. So now we can just suitably arrange the terms so that we can apply the limit. Limit apply ചെയ്യാൻ പാകത്തിന് നമുക്ക് ടേംസിനെ അവിടെ റീഅറേഞ്ച് ചെയ്യാം. അതായത് നമ്മൾ ഇങ്ങനെയുള്ള പോളിനോമിയൽ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള പോളിനോമിയൽസ് വരുമ്പോൾ ലിമിറ്റ് നമുക്ക് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം എന്നുള്ളത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കെയുടെ ടേം ഡിനോമിനേറ്ററിൽ വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ടേമിലെ ഹയസ്റ്റ് ഡിഗ്രി ടേം ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ അവിടെ 2k raised to 4 ഓൾറെഡി ന്യൂമറേറ്ററിലുണ്ട്. സോ ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി 2k raised to 4 അവിടെ ഉണ്ട്. ഇനി ഈ റിമൈൻ ചെയ്യുന്ന ടേമിൽ നിന്ന് 4k ക്യൂബ് ഔട്ട് സൈഡ് എടുക്കുക. അതായത് അതിനകത്ത് ഹയസ്റ്റ് ഡിഗ്രി ടേം നിങ്ങൾ ഔട്ട് സൈഡ് എടുത്തോളൂ.
അപ്പം ഉള്ളിൽ എന്ത് വരും? 4k³ സ്ഥാനത്ത് 1 വരും, മൈനസ് 6k ഡിവൈഡഡ് ബൈ, ഓരോ ടേമിൽ നിന്നും 4k³ ഔട്ട്സൈഡ് എടുത്തതുകൊണ്ട് ഓരോ ടേമിനെയും 4k³ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 5 ഡിവൈഡഡ് ബൈ 4k³. അപ്പം ന്യൂമറേറ്ററിൽ ചെയ്ത അതേപോലെ തന്നെ ഡിനോമിനേറ്ററിലും നമുക്ക് ഹയസ്റ്റ് ഡിഗ്രി ടേം ഔട്ട്സൈഡ് എടുക്കാം. 8k⁻⁷ ഔട്ട്സൈഡ് എടുത്താൽ ഇൻസൈഡ് നമുക്ക് 1 പ്ലസ് k ഡിവൈഡഡ് ബൈ 8k⁻⁷ മൈനസ് 8 ഡിവൈഡഡ് ബൈ 8k⁻⁷ എന്ന് കിട്ടും. ഇനി ഈ ടേം നിങ്ങൾക്ക് നോക്കാം. k⁻⁴ പ്ലസ് k⁻3 എന്ന് ഇൻറ്റു k⁻3 എന്ന് പറഞ്ഞാൽ k⁻7 ആണ്, അത് കട്ട് ചെയ്ത് പോകും. അതുപോലെ 4 × 2 8, അപ്പോൾ അത് ആ ടേം ഫുള്ളായിട്ട് കട്ട് ചെയ്ത് പോകും. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്കിവിടെ സ്യൂട്ടബിളി ടേംസ് കട്ട് ചെയ്താൽ ഇവിടെ k ക്യാൻസൽ ആയിപ്പോവും. അപ്പോൾ ഇവിടെ 4k² എന്ന് വരും. അതുപോലെ ഇവിടെ 5/4k³, ഇവിടെ ന്യൂമറേറ്ററിലെ k ക്യാൻസൽ ആയിപ്പോവും. അതുപോലെ തന്നെ ഇവിടെയും വരുന്നു 1 പ്ലസ് k/k⁻7 നിന്നും ഒരു k ക്യാൻസൽ ആയിപ്പോവും. അപ്പോൾ ഇവിടെ നമുക്ക് 1 ഡിവൈഡ് ബൈ k⁻6 എന്ന് വരും. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ടേമിൽ എല്ലായിടത്തും k ഡിനോമിനേറ്ററിലാണ് വരുന്നത്. അതായത് ഇൻഫിനിറ്റി നമുക്കിനി കൊടുക്കാം. കാരണം ഡിനോമിനേറ്ററിൽ ഇൻഫിനിറ്റി കൊടുത്താൽ നിങ്ങൾക്കറിയാം എ നമ്പർ ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി വിൽ ടെൻസ് ടു 0. 0 വാല്യൂ ആണ് എടുക്കുക. അപ്പോൾ 6/∞ എന്ന് പറയുമ്പോൾ 0 ആണ്, 5/∞ 0 ആണ്, 1/∞ 0, 8/∞ 0. സോ ഓൾ ദീസ് ടേംസ് വിൽ ബിക്കം 0. ഇതിനകത്ത് നമ്മൾ ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 1 മാത്രമേ ഉള്ളൂ. 1 മൈനസ് 6/∞ എന്ന് വരും, ദാറ്റ് ഇസ് 0, പ്ലസ് 5/∞ 0. സിമിലർലി ഡിനോമിനേറ്ററിലും നമുക്ക് 1 പ്ലസ് 1/∞ 0 ആൻഡ് 8/∞ ആൻഡ് സെഗെയിൻ 0. സോ വി വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 1. സോ നമുക്ക് റോ ഈസ് ഈക്വൽ ടു 1 എന്നാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ റോ ഈസ് ഈക്വൽ ടു 1. സോ റോ 1 ആവുമ്പോൾ നമുക്കറിയാം ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് അനുസരിച്ച് ഇഫ് റോ ഈസ് പോസിറ്റീവ് ആൻഡ് ഫൈനൈറ്റ്, റോ പോസിറ്റീവും ഫൈനൈറ്റും ആണെങ്കിൽ എയ്തർ ബോത്ത് ദ സീരീസ് കൺവേർജസ് ഓർ ബോത്ത് ദ സീരീസ് ഡൈവേർജസ്. ഇവിടെ റോ പോസിറ്റീവും ഫൈനൈറ്റും ആയതുകൊണ്ട് സിഗ്മ ബി കെയും സിഗ്മ എ കെയും ഒരുപോലെ കൺവേർജ് ചെയ്യും അല്ലെങ്കിൽ ഒരുപോലെ ഡൈവേർജ് ചെയ്യും. അപ്പം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് സിഗ്മ ബി കെ ഈസ് എ ഡൈവേർജൻ സീരീസ് എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ സിഗ്മ ബി കെ ഓൾറെഡി ഒരു ഡൈവേർജൻ സീരീസ് ആയതുകൊണ്ട് സിഗ്മ എ കെയും ഡൈവേർജ് ചെയ്യും by the limit comparison test, as it says both the series, if rho is finite and positive, both the series either diverges or converges. As the sigma bk is a divergent series, sigma ak is also divergent. Okay.